ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 7 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് വെന്തങ്ങ് ഒത്തിരി ഉടഞ്ഞു പോകരുത്. ഇത് നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളിതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉഴുന്നുപരിപ്പിൻ്റെ കളറ് മാറണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ ഇഞ്ചി ചോപ്പ് ചെയ്ത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് സ്കിപ്പായിപ്പോയി. പിന്നെ അതിലേക്ക് 2 വലിയ സവാള വലിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണിത്. ഇതിങ്ങനെ കട്ട് ചെയ്ത് അത് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളറ് മാറി വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോഴത്തേക്കും 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് 2 മിനിറ്റ് കുക്ക് ചെയ്യണം, തക്കാളി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഈ സമയത്ത്. പിന്നെ ഗരം മസാലയുടെ ഫ്ലേവർ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഇത് നമുക്ക് അടച്ച് വെച്ച് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നമുക്ക് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് ഇത് നല്ലോണം എല്ലാം കൂടെ കുഴഞ്ഞൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് ഈ സമയത്ത് വേണമെങ്കിൽ ഗരം മസാല 1 ടീസ്പൂൺ കൂടെ ചേർക്കാം. ഒരു നല്ല ഫ്ലേവറാണ്, ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. പിന്നെ നമുക്ക് ദോശ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 തവി വീതം ദോശ ബാറ്റർ ഒഴിച്ച് മസാല ദോശയ്ക്ക് പരത്തുന്ന മാതിരി നല്ലോണം പരത്തി എടുക്കാം. ഇതിപ്പോൾ ഞാൻ അരയ്ക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് ഉഴുന്ന് കുറച്ചാണ് അരച്ചേക്കുന്നത്. ഉഴുന്നും പിന്നെ ചോറ് അരയ്ക്കുന്നുണ്ട്, അതിൻ്റെ ചോറിൻ്റെ അളവും കുറച്ചാണ് അരച്ചേക്കുന്നത്. അന്നേരം നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് ദോശ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ദോശ ഒത്തിരി അങ്ങ് സ്പോഞ്ചി ആയിപ്പോവും. ഇതുപോലെ നിറച്ച് ഫില്ലിങ് വെച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇതിപ്പം ചമ്മന്തി സാമ്പാറിൻ്റെയും കൂടാണിത് കുട്ടിയാണിത് കഴിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.